Hey everyone, welcome back and this is another episode and ഇത് ഒരു എറണാകുളം വ്ളോഗാണ്. അത് നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. പാർട്ട് 1 എന്താണ്, ഒരു വെഡിങ് റിസപ്ഷനാണ് ആൻഡ് പാർട്ട് 2 ഇസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ടും രണ്ടായിട്ടിടാം, കാരണം ഒരുമിച്ചിട്ടാൽ ലെങ്തി ആയി പോയില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പാക്കിംഗ് ആണ്. ഐ ജസ്റ്റ് പാക്ഡ് കുറച്ച് റിസപ്ഷന് പറ്റിയ ഡ്രസ്സും അതുപോലെ ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോകാൻ പറ്റിയ കുറച്ച് ഡ്രസ്സും ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇവിടെ വെച്ച് എടുത്താൽ അതിൻ്റെ പോകുന്ന വഴിയൊക്കെ എനിക്ക് അല്ലാതെ ക്യാപ്ചർ ചെയ്താൽ മതിയല്ലോ. എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ മേ ബി ഒരു ചമ്മലെന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു സാധനം വരും. അപ്പോൾ പാർട്ട് 1 നമ്മൾ കവർ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ റിസപ്ഷനാണ്. അപ്പോൾ അതിന് പോകുന്നതും അവരെ മീറ്റ് ചെയ്യുന്നതും ആ റിസപ്ഷൻ്റെ ഫുൾ കലാപരിപാടികളായിരിക്കും നമ്മൾ പാർട്ട് 1 അല്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോയിൽ ഇടുന്നത്. അതുമാത്രമല്ല, എറണാകുളത്ത് കുറച്ച് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ട്. സോ ലെറ്റ്സ് സീ. ആൻഡ് പാർട്ട് 2 ഇസ് സംതിങ് വെരി വെരി ഡിഫറെൻറ്റ്. സോ ഫസ്റ്റ് എന്നാലും ഞാൻ പാർട്ട് 1 എടുത്തുള്ളൂ, ബട്ട് ഐ ആം എക്സൈറ്റഡ് ഫോർ പാർട്ട് 2. സോ ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ 25th എത്തിയിരുന്നു. 25th എത്തിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തു. അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ 26th ബൈ 5 ഒക്കെ ആയപ്പോൾ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്ത് റിസോർട്ടാണ് പാം ഗ്രൂവ് സർവീസ് വില്ല. അവിടെ നമ്മൾ വന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. വിത്തിൻ ഒരു 1 to 2 hours തന്നെ നമ്മൾ റിസപ്ഷൻ ഹാളിലേക്ക് പോയി. ഈ ഒരു വില്ലയെ പറ്റി പറയാനാണെങ്കിൽ കുറേ ട്രീസ് ഉണ്ട്, അതുപോലെ കുറേ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ ചെറുതായിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് സീസോ, ഊഞ്ഞാല്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എറണാകുളത്ത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേ നോക്കുന്നുണ്ട്, പക്ഷെ എന്നാൽ ലുലു മാളിലോട്ടും അങ്ങനെ പെട്ടെന്ന് മെട്രോ ഒക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയയിലാണെങ്കിൽ ദിസ് വൺ ഈസ് സോ ഗുഡ്. ഇത് ഇടപ്പള്ളിയിലാണ് ഉള്ളത്, മാർക്കറ്റ് റോഡിലുള്ള ഒരു വില്ലയാണ്. 1500 റേഞ്ചിലാണ് പെർ ഡേയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഊബറിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. ലുലു മാൾ ഇവിടുന്ന് ഒരു 40, ഓട്ടോയിൽ ഒരു 40 രൂപ മാത്രമാണ് ലുലുമാളിലേക്ക് വരുന്നത്. സോ ദിസ് ഈസ് ഓൾ ഗുഡ് ടു ട്രാവൽ ടു നോ എറണാകുളം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ് ചെയ്യാൻ പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രോ എടുത്തത് വീട്ടിൽ നിന്നപ്പോഴായിരുന്നു. ആൻഡ് ടുഡേ ഈസ് 26. പക്ഷെ നമ്മൾ 25 മിഡ് നൈറ്റ് ആയപ്പോഴത്തേക്ക് എറണാകുളം എത്തി. പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തു. അതിൻ്റെ ഒരു ഫുട്ടേജും ഞാൻ എടുത്തിട്ടില്ല. ആൻഡ് നൗ വി ജസ്റ്റ് ചെക്ക് ഇൻ ടു പാം ഗ്രീൻ. പാം ഗ്രീൻ എന്ന് പറഞ്ഞ എടപ്പള്ളിയിലുള്ള ഒരു ഫാം റിസോർട്ടാണ്. ആൻഡ് ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഉള്ള ഒരു ഗുഡ് വൈബ് റിസോർട്ട്. അപ്പൊ അവിടേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ് ചെയ്യണം റിസപ്ഷന് പോകാനായിട്ട്. അത് കഴിഞ്ഞ് റിസപ്ഷന് പോകണം. ഇവിടെ നിന്ന് ഒരു 1 kilometer ഉള്ള റിസപ്ഷൻ ഹാളിലേക്ക്. അപ്പൊ നമ്മൾ സാരി എടുത്തു കഴിഞ്ഞു. ഇനി മേക്കപ്പ് ചെയ്യണം. ആൻഡ് ലൈക്ക് a 5 minute or a quick makeup. Okay? And ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. സോ ലിപ്സ്റ്റിക്ക്, സ്കിൻ കെയർ ബേസിക്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. സോ ഐ എം പ്ലാനിങ് ടു വിയർ ടർട്ടർ ഫൗണ്ടേഷൻ. ടർട്ടർ ഫൗണ്ടേഷൻ ഇടുക, ബ്ലഷ് ഇടുക, കണ്ണെടുക. ദാറ്റ്സ് ഇറ്റ്. യെസ്, ഒന്ന് ടച്ച് ചെയ്യാം.
ഇത് എങ്ങനെയുണ്ട് നോക്ക്. നൈസ് പ്ലേസ് ആണ്, നമുക്ക് പോവാം. ഇക്ക് ഇതിന്റെ രണ്ടിൽ ഏതാ ബെറ്റർ എന്ന് പറയാം. ഈ രണ്ടിൽ ഇതാണ് ബെറ്റർ. എന്റെ വെഡിങ് ജ്വല്ലറിയിലെ മോസ്റ്റ് ഫേവറേറ്റ് വൺ ഇസ് ദിസ്. ഇതിന്റെ ഇതിന്റെ പേര് റോളക്സ് എന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് വെഡിങ് കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാൻ ആ ജ്വല്ലറി റിലീസ് ചെയ്യുന്നത്. നൈസ്. അതും എന്റെ അമ്മച്ച പറഞ്ഞു യൂസ് ദിസ് വൺ. അയ്യോ ഷിറ്റ്, ഇടാൻ പറ്റില്ല, ഇത് പൊട്ടി. എന്താ പൊന്നേ ഈ സാധനം പൊട്ടി. ഏതാണെന്നറിയോ, ഈ ഗോൾഡ് ചെയിൻ. എന്ത് ചെയ്യും, എങ്ങനെ ഇടും? ഗോൾഡ് ചെയിൻ പൊട്ടി. പിന്നുള്ളൊരു രീതിയിലൊക്കെ ഇടുകയാണല്ലോ. എന്നാ പിന്നെ കമ്മല് കുറച്ച് This is my look. അങ്ങനെ നമ്മൾ റെഡിയായിട്ട് നേരെ നമ്മൾ ട്രിനിറ്റ കാസ എന്നായിരുന്നു ഹാളിൻ്റെ പേര്. അവിടേക്ക് പോയി. ലൈറ്റ്സ് ഒക്കെയാണ് കേട്ടോ അത്. എന്നാൽ ഷോ ഇറ്റ്സ് പാം ഗ്രൂവ് സർവീസ് വില്ല. അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കണ്ടു, കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വേഗം ഇറങ്ങി തിരിച്ച് റൂമിൽ വന്നിട്ട് പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവുമായിരുന്നു. ആൻഡ് വി ഹാഡ് പ്ലാൻഡ് എ സ്റ്റേക്കേഷൻ വിത്ത് ഫ്രണ്ട്സ് ഓൺലി. അപ്പോൾ ഇക്കടെ ഫ്രണ്ട്സുമായിട്ടും ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടും. അതിൻ്റെ ഡീറ്റെയിൽഡ് വ്ളോഗ് ഐ വിൽ ബി ഷെയറിംഗ് ഇൻ ദ പാർട്ട് 2.